ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് NIA നടത്തിയ അന്വേഷണത്തിൽ ഇതിൻ്റെ ചില മുനകൾ കേരളത്തിലേക്ക് വരെ നീളുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഇതിന് ചില ദുബായ് കണക്ഷൻസ് ഉണ്ട്. അതായത് ഡോക്ടർ ഷെഫീൻ സെയ്ദ് എന്ന് പറയുന്ന ഈ വനിതാ ഡോക്ടർ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഏക വനിതാ ഡോക്ടറാണ്. ഇവർ നേരെ ദുബായിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു. ഒന്നുകിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തിയതിന് ശേഷം, അല്ലെങ്കിൽ സ്ഫോടനമെല്ലാം അറേഞ്ച് ചെയ്താൽ ഉടൻ തന്നെ ഇവർ ദുബായിലേക്ക് രക്ഷപ്പെടും. കാരണം വനിതയായതുകൊണ്ട് തന്നെ. അപ്പം വനിതയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ള ഡോക്ടർമാരെല്ലാം തന്നെ പ്ലാനിങ് നടത്തുകയാണ്. ഇപ്പോൾ UP-യിൽ, കശ്മീരിൽ, ഹരിയാനയിൽ, ഡൽഹിയിലെല്ലാം തന്നെ ഈ സ്ലീപ്പർ സെല്ല് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിനിടയിൽ ഒരു MBBS വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, ജാനിസുൽ ആലം, അതായത് നിസാർ ആലം എന്നാണ് പറയുന്നത്. ഇയാളെ ഇപ്പോൾ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ നിൽക്കുകയായിരുന്നു. ഇയാളെ ഇപ്പോൾ ഓടിച്ചിട്ട് പിടികൂടിയിട്ടുണ്ട്. ഇയാളെ ബംഗാളിൽ നിന്നാണ് പിടിച്ചേക്കുന്നത്. ഷെഫീനെ കുറിച്ച് ഇപ്പോൾ ഉള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത്, ഷെഫീന് ഈ പറയുന്ന ഒരു പാസ്പോർട്ടിനായിട്ടൊരു അപേക്ഷ നൽകി. പാസ്പോർട്ടിന് അപേക്ഷ നൽകിയതോടുകൂടി അവിടുത്തെ പോലീസ് അൽഫല ആശുപത്രിയിൽ നേരിട്ടെത്തി ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞു. ഇതിനിടയിൽ തന്നെ ജമ്മു കാശ്മീർ പോലീസ് ഈ പറയുന്ന ഡോക്ടർ ഷെഫിൻ സെയ്ദിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ആശുപത്രിയിലെത്തി. പക്ഷേ ഈ പാസ്പോർട്ടിന് പോയ പോലീസുമായിട്ട് ജമ്മു കാശ്മീർ പോലീസുകാർ ആശയവിനിമയം നടത്താത്തതുകൊണ്ട് ഇവരെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തിയിരുന്നില്ല. ഇപ്പോൾ മനസ്സിലാകുന്നത് ഡോക്ടർ ഷെഫീൻ എങ്ങനെയാണ് ദുബായിലേക്ക് പോകുന്നത്, അപ്പോൾ അവിടെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടോ, അവിടെ നിന്ന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ NIA പുറത്തുവിടാത്ത കുറേ അധികം രഹസ്യങ്ങൾ, അങ്ങനെയല്ലേ മനസ്സിലാക്കുക? സാധ്യതയുണ്ട്. കാരണം ഈ തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ്റെയും എല്ലാ ടെറർ ആക്ടിവിറ്റീസിൻ്റെയും പ്ലാനിങ് നടക്കുന്നത് ഗൾഫിൽ വെച്ചാണ്, ദുബായിൽ വെച്ചാണ്. മാത്രമല്ല ഈ കേരളത്തിൽ പോലും ഉള്ള ഭീകരപ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട താവളം, പ്രധാനപ്പെട്ട ഫൈനാൻസിങ് സെൻറ്റർ, പ്രധാനപ്പെട്ട പ്ലാനിങ് സെൻറ്റർ ഒക്കെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലാണ്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിന് ഇപ്പം മലയാളി കണക്ഷൻ ഉണ്ടാക്കുക എളുപ്പമാണ്. നോർത്ത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഡൽഹിയിലോ ബോംബെയിലോ ഇരുന്ന് ചെയ്യുന്നതിനേക്കാൾ മലയാളി കണക്ഷൻ എളുപ്പം കിട്ടാനുള്ള സാധ്യതയും ദുബായിൽ വെച്ചാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറയാണ് ഈ ലേഡി ആക്ടിവിസ്റ്റുകൾ. ഇനി അങ്ങോട്ട് ഭീകരവാദത്തിൻ്റെ ഏറ്റവും വലിയ വിപത്തായിട്ട് കാണേണ്ടത് പുരുഷന്മാരായിരിക്കും പ്ലാനിങ്, പക്ഷേ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സ്ത്രീകളാണ്. എത്രയോ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ മലബാറിലൊക്കെ പലപ്പോഴും പിടിക്കപ്പെട്ട കേസുകളിൽ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ താവളങ്ങളുടെയൊക്കെ കാവൽക്കാരോ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരൊക്കെ സ്ത്രീകളാണ് പലപ്പോഴും. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയാലും SDPI ആയാലും ഒക്കെ മർമ്മപ്രധാനമായ സ്ഥാനങ്ങളിൽ സ്ത്രീകളെ വെച്ചുള്ള ഓപ്പറേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ഒന്നാമത്തെ കാര്യം, ഈ സ്ത്രീകളെ വെച്ചാൽ പരിശോധനയും ഇതൊക്കെ കുറവായിരിക്കുമല്ലോ. അവരെ അങ്ങനെ പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കാനും ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പൊതുവെ ഡിപ്പാർട്ട്മെൻറ്റുകൾ മടിക്കും. പിന്നെ ഇത്തരം സ്ത്രീകളിരിക്കുന്ന സ്ഥാപനത്തെ സംശയിക്കുകയില്ല. സ്ത്രീകളുടെ ഓപ്പറേഷൻ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി സംശയത്തിന് അതീതമായി നിൽക്കും എന്നതുകൊണ്ട് ആണ് ഈ ഭീകരവാദികൾ ഈ സ്ത്രീകളുടെ മുൻകൈയിൽ. ഇപ്പോൾ മലബാറിൽ ഇസ്ലാമിക തീവ്രവാദികൾ മുൻകൈയെടുത്ത് നടത്തിയ മതം മാറ്റത്തിൻ്റെ ഒക്കെ കേസ് കണ്ടില്ലേ? അതിലൊക്കെ പ്രധാനപ്പെട്ട സൂത്രധാര എന്ന് നമുക്ക് തോന്നുന്ന ഒരു സ്ത്രീ ഉണ്ടാവും. അവരാണ് ഇതിനെ മുഴുവൻ മാനേജ് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, കൊണ്ടു നടക്കുന്നത്, കവർ ചെയ്യുന്നത് ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഒടുവിലത്തെ ഒരു കാഴ്ച അതാണല്ലോ. ഒടുവിലത്തെ കാഴ്ച ഈ ഇസ്ലാമിക ഭീകരവാദികൾ പരസ്യമായിട്ട് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തിട്ട് വനിതാ ഏജൻസി ഉണ്ടാക്കുന്നു, വനിതാ വിങ് എല്ലാവർക്കും. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപവിഭാഗം, ഒരു ഗ്രൂപ്പ് ഏതാണെന്നറിയോ? വിമൻസ് ഫ്രണ്ടാണ്. പോപ്പുലർ ഫ്രണ്ട്, വിമൻസ് ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് എന്നൊക്കെ പറയും പോലെ വിമൻസ് ഫ്രണ്ട് പ്രധാനപ്പെട്ട സംഗതിയാണ്. ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിക തീവ്രവാദികൾക്ക് മനുഷ്യനെ കൊല്ലാൻ, നിരപരാധികളെ കൊല്ലാൻ സ്ത്രീകളെ കൂട്ടുപിടിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അവർ ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അമ്മമാരാണ്, സഹോദരിമാരാണ്, മക്കളാണ്, പെങ്ങന്മാരാണ്. അതുകൊണ്ട് കാരുണ്യത്തിൻ്റെ പ്രതീകങ്ങളാണല്ലോ സ്ത്രീകൾ. പ്രത്യേകിച്ചും ഈ ഇസ്ലാമിക വേഷത്തിൽ ഒരു സ്ത്രീ നടക്കുമ്പോൾ അവരിൽ നിന്നൊരു അക്രമവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പണ്ടത്തെ ഒരു അന്തരീക്ഷത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അല്ല. കാരണം ഇവർക്ക് രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയത്തിലോ ഏതെങ്കിലും സാംസ്കാരിക രംഗത്തോ സാമൂഹ്യ രംഗത്തോ ഒന്നും ഇവരെ അടുപ്പിക്കാതെ കൊണ്ടു നടക്കുന്നവരാണ് ഈ കൂട്ടർ. ഇസ്ലാമിക തീവ്രവാദത്തിന് യുദ്ധമേഖലയിലൊന്നും ഇവരെ അടുപ്പിക്കില്ല. സത്യത്തിൽ ഈ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ യുദ്ധങ്ങളിലൊക്കെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതൊന്നും ഇവർ പരിഗണിക്കുന്നില്ല.
പക്ഷേ ഇവിടെ ഇപ്പോൾ ജമാഅത്തുൽ മോമിനാത്ത് എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തേക്ക് സാദിയ അസർ വരുന്നു. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അഫീറ ബീവി എന്ന് പറയുന്ന പാകിസ്ഥാൻ വംശമായിരുന്നു. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഈ ഷെഫ്ന ഇവരെ റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡോക്ടർ ഷെഫ്ന സെയ്ദ് എന്ന് പറയുന്ന ഈ വനിതാ ഡോക്ടർ ഇവരുടെ മുമ്പിൽ ഒരു മറയായിട്ട് നിൽക്കും. കാരണം കാറ് മേടിക്കണോ ഇവർ മേടിക്കുന്നു, ആയുധങ്ങൾ അവിടെ എത്തിക്കണോ അത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇവർക്ക് കൊടുത്തേക്കുന്ന ഓഫർ എന്തായിരിക്കും? നിങ്ങളെ സേഫായിട്ട് ഞങ്ങൾ ദുബായിലേക്ക് എത്തിക്കാം. ഇവർ ബൈ പ്രൊഫഷൻ ഡോക്ടറാണ്, സ്വാഭാവികമായിട്ടും ദുബായിലേക്ക് എന്നാൽ ഒരു ജോലി മേടിക്കാം ഒക്കെയാണ്. അതുകൊണ്ട് ഇവർ പെട്ടെന്ന് ഒരു പാസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കുന്നു, അതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നു. അൽഫല ആശുപത്രിയിൽ വന്നിട്ട് വെരിഫൈ ചെയ്യുമ്പോൾ ഇവരുടെ വേറെ കുഴപ്പമൊന്നുമില്ല, ഇവരൊരു ഡോക്ടറാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. പക്ഷേ ഇപ്പോൾ പുറത്ത് വരുന്നതെന്ന് വെച്ചാൽ ഈ അൽഫല ആശുപത്രിയിലെ 7-8 പ്രൊഫസർമാർ രാജിവെക്കുന്നു. അവർ രാജിവെക്കാൻ കാരണം ഇത്തരത്തിലുള്ള നിഗൂഢമായ പ്രവർത്തികൾ അവിടെ നടക്കുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. മാത്രമല്ല അവിടുത്തെ ചില MBBS സ്റ്റുഡൻസിനെ പോലും ഇത്തരത്തിലുള്ള ഫാക്കൽറ്റികൾ അവരുടെ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇവിടെ ഈ ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടർ, ഇയാളാണല്ലോ ചാവേറ എന്ന് പറയുന്നത്, ഇയാൾ ഈ ബോംബുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മാത്രമല്ല ഇയാൾ ആ ക്യാമ്പസിൽ ചെയ്യുന്നത് ഒരു താലിബാനിസം നടപ്പാക്കുക. അതായത് സ്വന്തം ക്ലാസ്സിലെ കുട്ടികളും ഇപ്പം MBBSനൊക്കെ പഠിക്കുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരുമിച്ചിരുന്നായിരിക്കും പഠിക്കുക. അങ്ങനെ ഇരുത്താൻ ഇയാൾ സമ്മതിക്കില്ല. ആൺകുട്ടികൾ വേറെ ഇരിക്കണം, പെൺകുട്ടികൾ വേറെ ഇരിക്കണം. ഇനി പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഇയാൾ പ്രായോഗികമായ പരിശീലനമൊന്നും നൽകുന്നില്ല. ഇയാൾക്ക് താല്പര്യമുള്ള കുട്ടികളുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ഇയാൾ താല്പര്യപ്പെടുന്നത്. മാത്രമല്ല ഇയാളൊരു പ്രസംഗം നടത്തുകയോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രഭാഷണം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ താലിബാനാണ് മികച്ച ഭരണകൂടമെന്നും താലിബാൻ്റെ ആശയങ്ങളാണ് നമ്മൾ പിന്തുടരേണ്ടതും ഒരു കാരണവശാലും ആണുങ്ങളും പെൺകുട്ടികളുടെ മിക്സ് ചെയ്ത് അല്ലെ ഒരുമിച്ചിരുന്നുകൊണ്ടുള്ള പഠന പ്രവർത്തികളിലേക്ക് പോകരുത്, അത് തെറ്റായ ആശയമാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ അൽഫല ആശുപത്രി ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആ പോലീസ് അന്വേഷിച്ച് വന്നപ്പോൾ ഈ ഡോക്ടർ ഷെഫ്നെ കൃത്യമായിട്ട് ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാതിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ദുബായിലേക്ക് പോകാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ പാസ്പോർട്ടിന് ശ്രമിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് ചില നെറ്റ്വർക്കുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നു. തീർച്ചയായിട്ടും ഈ ദുബായിലെ സ്ഥാപനങ്ങളാണ് ഇവരുടെയൊക്കെ ഒരു മറ. പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഡോക്ടർമാർ മുൻകൈ എടുത്ത് ഇനിയിപ്പോൾ ഇവരുടെയൊക്കെ ഡോക്ടറേറ്റ് മെഡിക്കൽ ബിരുദം എന്താണ് സ്ഥിതി എന്നറിയില്ല കേട്ടോ, അത് പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഏറ്റവും വലിയ അപകടം മെഡിക്കൽ ബിരുദം, എഞ്ചിനീയറിംഗ് ബിരുദം ഉൾപ്പെടെയുള്ള ഡോക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ആധുനികമായ വിദ്യാഭ്യാസം കിട്ടിയവരാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള യാഥാസ്ഥികത്വമാണ്. അവർ ആലോചിച്ച് നോക്കൂ, അവർ മെഡിക്കൽ ക്ലാസ് എടുക്കുന്ന കുട്ടികൾക്ക്, മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ? ആണും പെണ്ണും മിങ്കിൾ ചെയ്യരുത്. സത്യത്തിൽ അവരെന്താ പഠിപ്പിക്കേണ്ടത്? ആണിനും പെണ്ണിനും ശരീരം ഒന്നാണ്, മരുന്നൊന്നാണ്, രോഗമൊന്നാണ് എന്നല്ലേ പഠിപ്പിക്കേണ്ടത്? ഒരുമിച്ചിരുന്ന് മുന്നോട്ട് പോകാനല്ലേ പഠിപ്പിക്കേണ്ടത്? അതിന് പകരം ഇതാണ് പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ മനസ്സ്, അതിൻ്റെ ഒരു അപകടം യഥാർത്ഥത്തിൽ ഒരു നിരക്ഷരനായ ഒരാൾ, വിദ്യാഭ്യാസം വേണ്ടത്ര ഇല്ലാത്ത ഒരാൾ പറയുന്ന യാഥാസ്ഥികത്വവും ഇവർ പറയുന്ന യാഥാസ്ഥികത്വവും തമ്മിലുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. അതെ, അതിൻ്റെ അതുണ്ടാക്കുന്ന അതിന് വിശ്വാസ്യത കൂടും, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം, ഇവരാരോടാണ് സംസാരിക്കുന്നത്? ഇവരുടെ അടുത്ത തലമുറയിലെ അഭ്യസ്തവിദ്യരോടാണ്. എത്ര തലമുറകളോട്, പ്രത്യേകിച്ച് ഇപ്പം ഇവരൊക്കെ ഡോക്ടേഴ്സും ഒക്കെ ആകുമ്പോൾ എത്ര മനുഷ്യരോട് എല്ലാ ദിവസവും സംസാരിക്കാൻ പറ്റും? എത്ര തലമുറയോട് ഇവർക്ക് സംവദിക്കാൻ പറ്റും? അതാണൊന്ന്. വേറൊന്ന്, ഈ അഭ്യസ്തവിദ്യരായ തലമുറയെ സ്വാധീനിച്ചാൽ അതുണ്ടാക്കാവുന്ന അപകടങ്ങൾ ഒരു നെറ്റ്വർക്ക് പോലെ എത്ര മാരകമായി തീരും? അങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന്, ദുബായിലെ ഇത്തരം സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഒരു സംശയവും തോന്നാത്ത ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, ഇത് പലപ്പോഴും ഇവിടെ നിന്ന് പല ക്രിമിനൽ കുറ്റങ്ങളും ചെയ്തിട്ട് പോകുന്ന ഭീകരവാദികളുടെ ഒളിത്താവളം കൂടിയാണ്. ഇവിടെ നമ്മൾ കുറ്റവാളികളുണ്ടല്ലോ പലപ്പോഴും, അവൻ വിദേശത്തേക്ക് കടന്നു എന്നൊക്കെ പറയുമല്ലോ. പിന്നെ എന്താ പിടിക്കാൻ കിട്ടാത്തത്? പിന്നെ അവരെ കാണില്ല. പിന്നെ അവർ കാണുന്ന വളരെ ഒരു പുതിയ കുപ്പായം ഇട്ട് ഗംഭീരമായൊരു പുതിയ വേഷത്തിലായിരിക്കും അവിടെ അവതരിക്കുക. പിന്നെ അവനെ എന്നാ പിടിക്കുക? എന്നെങ്കിലും അവൻ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അവൻ്റെ പാസ്പോർട്ട് നോക്കി നമ്മൾ പിടിക്കുക. ഇത് തന്നെയാണ് എല്ലാത്തിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഈ ഡോക്ടർമാർ, പ്രൊഫഷണൽസ്, അവർ ഭീകരവാദത്തിൻ്റെ ഏജൻസി ആയിത്തീരുന്നു. അതുണ്ടാക്കുന്ന അപകടം. അക്കൂട്ടത്തിൽ സ്ത്രീകളുണ്ടായിത്തീരുന്നു. സ്ത്രീകൾ തന്നെ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ഒരു അപകടം ആലോചിച്ച് നോക്കൂ. എന്ത് പറഞ്ഞിട്ടാണാവോ ഇവരെ കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് പരലോകത്ത് സ്വർഗം തരാം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ തകർക്കുന്നത് എന്താണ്? വലിയ ഭാവിയുള്ള ജീവിതങ്ങളാണ് തകർക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംശയത്തിനിടയാക്കുന്ന രണ്ടുപേരും. ഒന്ന് ഇപ്പോൾ ഈ പറയുന്ന നിസാർ ആലം, അതായത് ഇയാൾ ശരിക്കും പറഞ്ഞാൽ MBBS സ്റ്റുഡൻ്റ് ആണ് ഈ അൽഫല ആശുപത്രിയിൽ. അപ്പോൾ ഇയാളെ ബംഗാളിലെ ഉത്തര ദിനാജ്പൂർ ജില്ലയിൽ വെച്ച്
പോലീസ് പിടികൂടിയെന്നും പറയുന്നു. പിടികൂടാൻ ചെന്നപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയും. ഇനി അടുത്ത ആൾ മുഹമ്മദ് ആരിഫാണ്. ഇയാൾ ഈ അഖിലേന്ത്യാ എൻട്രൻസ് പരീക്ഷയൊക്കെ എഴുതിയിട്ട് MBBS അഡ്മിഷൻ കിട്ടിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. 5 വർഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് അവിടെ എത്രത്തോളം ബന്ധങ്ങൾ ഉണ്ടാക്കാം. മാത്രമല്ല 5-6 വർഷങ്ങൾക്ക് മുമ്പ് കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് ഏതാണ്ട് 80ഓളം സ്ലീപ്പർ സെൽസുകൾ, അതായത് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൊയ്ബ പോലെയുള്ള സംഘടനകളുമായി ബന്ധിപ്പിക്കുന്ന സ്ലീപ്പർ സെൽസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവരെ ഒന്നും പുറത്തേക്ക് അറിഞ്ഞില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്ഷൻസ് ഈ പറയുന്ന മുഹമ്മദ് ആരിഫിനെയും പോലീസ് പിടിച്ചോ എന്നറിയില്ല, ഇയാൾ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇവരിലേക്കുള്ള അന്വേഷണം വന്നപ്പോഴും ഈ വനിതാ ഡോക്ടറിലേക്കുള്ള അന്വേഷണം വന്നപ്പോഴും എല്ലാം തന്നെ ഗൾഫ് രാജ്യങ്ങളുമായിട്ടൊരു കണക്ഷൻ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഈ ഡോക്ടേഴ്സ് എല്ലാം ചേർന്നൊരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ വനിതകളെ ഉൾപ്പെടില്ല. കാരണം സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം ഭീകരവാദത്തിൻ്റെ ഒരു ലക്ഷ്യം അവർ യുദ്ധമുഖത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരില്ല. പക്ഷേ ഇവിടെ അവർ തന്ത്രം മാറ്റാനായിട്ടാണ് ഈ പറയുന്ന സാദിയ അസ്ഗറിനെ ഉൾപ്പെടെ രംഗത്തേക്ക് ഇറക്കിയത്. അപ്പോൾ അവർ കൊടുത്തേക്കുന്ന ഓഫർ ഒരുപക്ഷെ നിങ്ങൾ വനിതാ ഡോക്ടറല്ലേ, നിങ്ങളെ ഞങ്ങൾ ദുബായിലേക്ക് കടത്താം, അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചെന്നാൽ രക്ഷപ്പെടാമെന്നുള്ളതായിരിക്കും. അപ്പോൾ NIA ആ വലയിലൂടെയൊക്കെ ഒരു യാത്ര ഇനി നടത്താൻ സാധ്യതയും കൂടി ഇല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇവരിപ്പോൾ ഡോക്ടറാണെങ്കിൽ തീർച്ചയായിട്ടും വിദേശത്ത് പോയി പണിയെടുക്കാനൊക്കെ ഉള്ള താല്പര്യം അവർക്ക് ഉണ്ടാവും. 2, ഇവിടെ ഇവർ നോട്ടപ്പുള്ളിയായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രക്ഷപ്പെട്ടേ തീരൂ. 3, ഇവർക്ക് ജീവിതത്തിൽ അങ്ങനെയാവല്ലോ, ഇവിടെ പ്രതീക്ഷയറ്റ ഭൗതിക ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇവിടെ ഏതാണ്ട് അവസാനിച്ചു പോകും പല കാരണങ്ങളാൽ. ഒരുപക്ഷെ അവർ വിശ്വസിച്ചവർ പലരും രക്തസാക്ഷികളായിട്ട് പോയി. അവരുടെ ഏറ്റവും അടുപ്പമുള്ള പലരും രക്തസാക്ഷികളായി എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ രക്തസാക്ഷികളായി, ചാവേറുകളായി പോയിട്ട് പിന്നെ അവരുടെ മുഴുവൻ ലോകവും വേറൊന്നായി തീരുകയാണ്. ഒരുപക്ഷെ ഒരു വിദേശ രാജ്യത്ത് പോയി സുരക്ഷിതമായി അവനവൻ്റേത് മാത്രമായ ഒരു ലോകത്ത് ഈ കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ വിട്ടുപോയി ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും ആവാം. എന്തായാലും അവർ ജീവിതം സ്വപ്നം കണ്ടു പോയതാണോ മരണം സ്വപ്നം കണ്ടു പോയതാണോ എന്നുള്ളത് ഒരു ദുരൂഹമാണ്, സമസ്യയായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഒരു കാര്യം വലിയ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒന്ന്, നമ്മുടെ ഭീകരവാദികൾ കൂടുതൽ പിടിക്കപ്പെടുന്നു. ആണുങ്ങളായ ഭീകരവാദികൾ പിടിക്കപ്പെടുന്നു, അവരുടെ താവളങ്ങൾ തകർക്കപ്പെടുന്നു. അവിടെ നിന്ന് തീർച്ചയായിട്ടും സ്കാറ്റേഡായിട്ട് ജീവനും കൊണ്ട് പിടിയിലാകാതെ ഓടിപ്പോകുന്നത് പലപ്പോഴും സ്ത്രീകളാവും എന്നുള്ളത് ഉറപ്പാണ്. ഒന്നുകിൽ ഭാര്യമാർ, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ, മക്കൾ, ഈ 3 കൂട്ടരാണല്ലോ പോവുക. ഇവർ ഭൂമിയിൽ സ്കാറ്റേഡായിട്ട് പോകുമ്പോൾ അവരെ തെരഞ്ഞുപിടിച്ച്, മറ്റാരും എത്തിയില്ലെങ്കിലും തെരഞ്ഞുപിടിച്ചിട്ട് ഭീകരവാദികൾ തന്നെ എത്തും, ടെററിസ്റ്റുകൾ തന്നെ എത്തും. കാരണം അവർ പിടിവിട്ട് പോകാതിരിക്കാൻ, ഒരു പക്ഷേ മറ്റാരുടെയെങ്കിലും പോലീസിൻ്റെയൊക്കെ പിടിയിൽ പെട്ടിട്ട് രഹസ്യങ്ങൾ പോകാതിരിക്കാൻ. അങ്ങനെ പോകുമ്പോൾ ഈ ഭീകരവാദികൾ പിന്നെ എന്താ ചെയ്യുക? അവരെ വളരെ സമർത്ഥമായിട്ട് ഇതിൻ്റെ തന്നെ ഏജൻസി പണിക്ക് ഏൽപ്പിക്കും. നിങ്ങൾക്ക് ജീവിതം തരാം, നിങ്ങളെ പലതരത്തിലുള്ള മോഹങ്ങൾ കൊടുത്തുകൊണ്ട്. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ നാട് വലിയ അപകടത്തിലേക്ക് പോകുന്നു എന്ന് വേണം കാണാൻ. ആണുങ്ങളായ ഭീകരവാദികളെ നേരിടുന്നതിനേക്കാളും ഭയങ്കരമായ അപകടമായിരിക്കും, അല്ലെങ്കിൽ പണിപ്പത് വളരെ അപകടകരമായ ഒരു ഏർപ്പാടാണ് സ്ത്രീകൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ കണ്ടെത്തുക, അവരെ ട്രേസ് ഔട്ട് ചെയ്യുക, സംശയത്തിനതീതമായി ജീവിക്കുന്ന സാധാരണ സ്ത്രീകളിൽ നിന്ന് ഭീകരവാദിയെ തിരിച്ചറിയുക, അത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ജിഹാദികളെ തിരിച്ചറിയുന്നതിനേക്കാളും പ്രയാസമാണ് ജിഹാദിനികളെ തിരിച്ചറിയുക എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് കുറെ കൂടി ജാഗ്രത പാലിക്കുകയും കുറെ കൂടി സൂക്ഷ്മമായ സാമൂഹ്യ ജാഗ്രത ജനങ്ങളും കൂടി പാലിക്കുകയും ചെയ്യേണ്ടി വരും ഇവരെ കണ്ടെത്താൻ. അതാണ് ഇപ്പോൾ നമുക്ക് നൽകാനുള്ള ഒരു മുന്നറിയിപ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.